18,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോൺ എന്ന് ഒരുപാട് പേർ പറയുന്നത് കേട്ടിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാനും കുറച്ച് ഉപയോഗിച്ച് നോക്കിയത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കൊള്ളാം, എന്നാൽ കുറച്ച് കാര്യങ്ങളൊന്നും കൊള്ളില്ല. അവ എന്തൊക്കെയും നോക്കാം. നല്ല പാക്കിന് തന്നെ ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഫോണിനൊരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് ഒന്നും ഇതിന്റെ ബാക്ക് സൈഡിൽ പതിയുന്നില്ല. ഒപ്പോ എന്ന് പറയുന്ന ബ്രാൻഡ് പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന ഒപ്പോ K13 5G എന്ന സ്മാർട്ട് ഫോണാണിത്. ഈ ഒരു ഫോൺ 18,000 രൂപയിൽ താഴെ നമുക്ക് വാങ്ങാം. 8GB RAM 128GB ഇന്റർണൽ വേരിയന്റ്. ബോക്സിനകത്ത് ഇതുപോലെ ഒരു പേപ്പർ ബോക്സ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, അതുപോലെ ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ഗ്രേ കളർ ടോണിലുള്ള ഒരു ബാക്ക് കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 7000 mAh ബാറ്ററി ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ആണ്, പക്ഷെ കാണാൻ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാലും ആ ഒരു 7000 mAh ബാറ്ററി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്, ഒരു സ്റ്റേഡി ഫീൽ നമുക്കുണ്ട്. അതുപോലെ സിം ഇജക്ടർ പിൻ ഇവിടെ വെച്ചിരിക്കുന്നു, നമ്മുടെ OnePlus ഫോണുകളുടെ പാക്കിംഗ് പോലെ തന്നെ. അതുപോലെ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തിടെ OnePlus പുറത്തിറക്കിയ OnePlus 13s ക്യാമറ മൊഡ്യൂളിന് സെയിം ആണ്. അപ്പോൾ OnePlus 13s ഈ ക്യാമറ മൊഡ്യൂൾ അതുപോലെ എടുത്ത് വെച്ചതാണെന്ന് പറയേണ്ടി വരും. ചാർജിങ്ങിന് വേണ്ടിയിട്ട് കേബിൾ A to C ആയിരിക്കും. A to C ചാർജിങ് കേബിൾ ആണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ C to C അങ്ങനെ വരാറില്ല. ചാർജർ കൊടുത്തിട്ടുണ്ട് ബോക്സിൽ തന്നെ, അതും 80 വാട്ടിന്റെ ചാർജർ. ഈ ഒരു ഫോണിന്റെ ഈ ഒരു സൈഡ് ഫ്രെയിം ഒക്കെ പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് നൽകിയിരിക്കുന്നത്. ക്യാമറ മൊഡ്യൂളൊക്കെ നല്ല ഒതുങ്ങി കുഞ്ഞൻ ക്യാമറ മൊഡ്യൂളാണ് ഇവിടെ ഒപ്പം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഫോണിനത് IR ബ്ലാസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബാക്കിൽ ഇത്തരത്തിൽ 2 ക്യാമറകളാണ് മെയിൻ ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റും കാണാം. എനിക്ക് ഈ ഒരു ഫോണിന്റെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഈ പ്രൈസ് പോയിന്റിലുള്ള ഒരു ഫോണിലെ ഡിസ്പ്ലേ അല്ല, അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. താഴെ ചാർജിങ്ങിന് Type-C പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിം ട്രേ ഡുവൽ നാനോ സിം ട്രേ ആണ്. മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സാധ്യമല്ല. അല്പം ബെസൽ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, എങ്കിലും ഡിസ്പ്ലേയുടെ ക്വാളിറ്റി അതിശയം തന്നെയാണ്. 8.45 mm ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ്. അതുപോലെ ഫോണിന് വെയിറ്റ് കുറച്ചുണ്ട്, 208 ഗ്രാമിന്റെ ഒരു ഭാരമുണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഇതുപോലെ സ്ക്രീൻ പ്രൊട്ടക്ടർ പ്രീ അപ്ലൈഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു 7000 mAh ബാറ്ററി ഇരിക്കുന്നത് കൊണ്ട് തന്നെയും ഫോൺ ഒരു അല്പം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെയും ഫോൺ ഒരു ബിൽഡ് ക്വാളിറ്റി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോണിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊരു അല്പസമയം കഴിയുമ്പോൾ തന്നെ അങ്ങ് ഓഫായി പോവുകയാണ്. 6.67 ഇഞ്ചിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഡിസ്പ്ലേ അടിപൊളിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്ന് വേണം പറയാൻ. അതുപോലെ ഫുൾ HD+ റെസൊല്യൂഷൻ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോകൾ പ്ലേ ചെയ്ത് നോക്കി HDR സപ്പോർട്ട് ഇല്ല. ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന മറ്റ് ചില ഫോണുകളിലൊക്കെ HDR സപ്പോർട്ട് ഉണ്ട്, പക്ഷേ HDR സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ചെറിയ ഗുണം എന്ന് പറയുന്നത് കണ്ണിന് അതുകൊണ്ട് ഐ സ്ട്രെയിൻ വളരെ കുറവുണ്ട് എനിക്ക് പേഴ്സണലായിട്ട്. 1200 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ്. ഈ ഒരു സെന്റർ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഒരു ആവറേജ് സൈസ് ആണ് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗന്റെ 6 Gen 4 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. ഫോണിന്റെ AnTuTu സ്കോർ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്തു. 6,76,584 എന്ന് പറയുന്ന ഒരു സ്കോറാണ് നമുക്ക് ഇതിന് കിട്ടിയിരിക്കുന്നത്. 8GB RAM 256GB ഇന്റർണൽ സ്റ്റോറേജ് വരെ ഹയർ ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ ഇതൊരു ഭയങ്കര ഗെയിമിങ്ങിനൊന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല. ഗെയിമിങ്ങിനല്ല ഈ ഒരു ഫോൺ ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതുപോലെ മറ്റ് ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നിലയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കി കാണേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു റാം എന്ന് പറയുന്ന LPDDR4X ടൈപ്പും സ്റ്റോറേജ് ടൈപ്പും എന്ന് വന്നിട്ട് UFS 3.1 നിങ്ങൾ ഒരുപാട് ഗെയിമൊക്കെ കളിക്കാനാണ് ഒരു ഫോൺ നോക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫോൺ സ്യൂട്ട് ആവും തോന്നില്ല. കാരണം ഇതിന് മികച്ച പെർഫോമൻസ് ഉള്ള AnTuTu സ്കോർ സമ്മാനിക്കുന്ന ഈ പ്രൈസ് പോയിന്റുള്ള വേറെ ഫോണുകളുണ്ട്. കൂളിംഗിന് വേണ്ടി വേപ്പർ ചേമ്പർ സംവിധാനം വരെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫോണിന്റെ CP ത്രോട്ടിംഗ് ടെസ്റ്റ് ചെയ്തു. ഭേദപ്പെട്ട ഒരു റിസൾട്ട് ആണ് കാണിക്കുന്നത്. അറൗണ്ട് ഒരു 83% ആണ് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ഈ അടുത്തിടെ വന്ന മറ്റ് പല ഫോണുകളും ഇതിൽ നിന്ന് വില കൂടിയ ഫോണുകൾ പോലും എനിക്ക് തോന്നുന്നു 72% ഇതിന്റെ റിസൾട്ട് കാണിച്ചത്. വലിയ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു ഫോൺ കാണിക്കുന്നില്ല. ഫോണിന് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ട് ഒരു ഭയങ്കര ഹീറ്റിംഗ് ഒന്നുമില്ല, ചെറിയതായിട്ട് വാം ആകുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ ഞാൻ ഈ ഒരു ഫോൺ ഇതിന്റെ ഷൂട്ടിന്റെ ആവശ്യം തന്നെ കുറച്ച് നേരം സ്ക്രീൻ ഓൺ ചെയ്ത് വെച്ചപ്പോൾ തന്നെ നമ്മുടെ ഇങ്ങനെ ഫേസിലൊക്കെ വയ്ക്കുമ്പോൾ ഒരു വാം ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഓവർ ഹീറ്റിംഗ് ഇല്ല. 7000 mAh ബാറ്ററിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഫോണിന്റെ ബോക്സിനകത്തും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയാണ് സാർ ഇതിന്റെ മെയിൻ എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചപ്പോൾ ഉള്ള അതിന്റെ ഒരു ബാറ്ററി പെർഫോമൻസ് ആണ് ഈ കാണുന്നത്. നോക്കി, ഒരു ദിവസവും 12 മണിക്കൂറും 17 മിനിറ്റ് മുമ്പാണ് ഞാൻ ചാർജ് ചെയ്തത്. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ബാലൻസ് റിമൈനിങ് ചാർജ് എന്ന് പറയുന്നത് 3% ആണ്. അതായത് 97% എനിക്ക് ഒരു ദിവസവും 12 മണിക്കൂർ, അതായത് 1.5 ദിവസം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഈ 97 ബാറ്ററി പെർസെൻറ്റേജ് നിന്നു. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ഈ സ്ക്രീൻ ഓൺ ടൈം ഈ 1.5 ദിവസത്തിൽ ഞാൻ ഈ ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ആക്കി ഉപയോഗിച്ചത് 11 മണിക്കൂറും 51 മിനിറ്റും 12 മണിക്കൂറാണ്. 12 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം ഒരു ഫോൺ സമ്മാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്.
സാധാരണ 5000 mAh 6000 mAh ഫോണുകളൊക്കെ നമുക്ക് എൻ്റെ യൂസ് കേസിൽ ഒരു 7 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം ആണ് തരുന്നത്. 7 മണിക്കൂർ ഓൺ ആൻ ആവറേജ്. ഇത് 12 മണിക്കൂറിനടുത്ത് സ്ക്രീൻ ഓൺ ടൈം കിട്ടി എന്നുള്ളത് അതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. 7000 mAh ഉണ്ട്. അത് വെറും അക്കങ്ങൾ മാത്രമല്ല എന്ന് ഈ ഒരു ബാറ്ററി പെർഫോമൻസ് റിസൾട്ട് കാണിക്കുന്നുണ്ട്. ഫോണിന്റെ ബാക്കിൽ 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസർ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ക്യാമറ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നല്ല ഫോട്ടോസും വീഡിയോസും ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അതായത് ഈ ഫോണിന്റെ പ്രൈസ് പോയിന്റിൽ ഓക്കെയാണ് ഇതിന്റെ ക്യാമറ എന്ന് വേണം പറയാൻ. ക്യാമറയിൽ ഇതുപോലെ ചെറിയൊരു ഷട്ടർ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കി, ഞാൻ എത്ര ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഫോട്ടോ വരുന്നത് നോക്കിക്കോണം. ഉണ്ടല്ലേ, ഒരു 5 ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഫോട്ടോ എടുക്കപ്പെടുന്നത്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ 16 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓവർ സാച്ചുറേറ്റഡ് ഒന്നും അല്ല ഫോട്ടോസ്, ഒരുവിധം നാച്ചുറൽ കളറാണ് ഫോണിലൂടെ കണ്ടിട്ട് എനിക്ക് ലഭിക്കുന്നത്. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K 30 FPS വീഡിയോകളും സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുൾ HD 30 FPS വീഡിയോകളുമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഭയങ്കര ഒരു ഡെപ്ത് ഒന്നും പടത്തിനില്ലെങ്കിലും ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെയാണ്. നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ. ഈവൻ അത് സെൽഫി ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും നല്ല ഫോട്ടോസ് തന്നെ ലഭിക്കുന്നു. നല്ല ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ആണെങ്കിൽ നല്ല ഫോട്ടോസും നല്ല വീഡിയോസും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ ഇല്ല എന്നത് മാത്രമല്ല ഫുൾ HD 60 FPS പോലും നൽകിയിട്ടില്ല. ആൻഡ്രോയിഡ് 15ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഒപ്പോയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള കളർ OS 15 ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫോണിനകത്ത് ഫുൾ സ്ക്രീൻ കോളർ ID ഉണ്ട്. അതായത് നമ്മൾ കോൺടാക്റ്റ് എല്ലാം ഫോട്ടോസ് ഒക്കെ വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിളിക്കുമ്പോൾ ഫുൾ സ്ക്രീനിൽ അവരുടെ ഫോട്ടോ കാണിക്കും. മാത്രമല്ല മലയാളികൾക്ക് ഏറ്റവും ആവശ്യമുള്ള കോൾ റെക്കോർഡിംഗ് ഫീച്ചറും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അത് അങ്ങനെ തലയ്ക്ക് വിളിച്ച് പറയത്തൊന്നുമില്ല. അടുത്തിടെ വന്ന OnePlus 13S കണ്ട രീതിയിലുള്ള ഒരു കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. 2 മേജർ അപ്ഡേറ്റുകൾ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ലഭിക്കും. അതായത് ആൻഡ്രോയിഡ് 17 വരെ പോകും. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകുന്നത്. സൗണ്ട് ക്വാളിറ്റി ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ സ്റ്റീരിയോ ക്വാളിറ്റിയാണ്, നല്ല വോളിയുമുണ്ട്, നല്ല ലൗഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട്. സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത്. ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ പൊസിഷൻ ഇനി ഒരുപാട് താഴെയാണ്. ഒരുവിധം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആകുന്നുമുണ്ട്. ഈ ഒരു ഫോണിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ ഒരു നോർമൽ എന്നേ പറയാനുള്ളൂ, ഭയങ്കര സംഭവമൊന്നുമല്ല. ബ്ലൂടൂത്ത് വെർഷൻ 5.4 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് IP65 റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഓർക്കെ, ഈ പ്രൈസ് പോയിന്റിൽ IP69 ഒക്കെ നൽകുന്ന ഫോണുകൾ ഇന്നുണ്ട്. മാത്രമല്ല NFC സപ്പോർട്ടും നൽകിയിട്ടില്ല. ഫോണിനകത്ത് ഇത്തരത്തിൽ ഔട്ട്ഡോർ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിനകത്ത് എക്സ്ട്രാ ബ്രൈറ്റ്നസ് ഉണ്ടാവും. അതുപോലെ കോളുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് സ്പീക്കർ കോൾ ആയിരിക്കും വരുന്നത്. സ്ക്രീൻ ഓഫ് ടൈം കൂടും. സൗണ്ടിന്റെ അലർട്ടുകളെല്ലാം വോളിയം കൂടും. മൊത്തത്തിൽ ബ്രൈറ്റ്നസ് ഒക്കെ കൂടി അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ മാറും. അപ്പോൾ ഈ ഒരു ഔട്ട്ഡോർ മോഡ് ആർക്കാണ് ഉപയോഗമാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ സ്ഥിരമായിട്ട് പുറത്ത് വർക്ക് ചെയ്യുന്നവർക്ക്, ഉദാഹരണത്തിന് ഡെലിവറി ബോയ്സ് ഒക്കെ ഉണ്ട്, സ്വിഗ്ഗി, സൊമാറ്റോ, അതുപോലെ യൂബർ, അത്തരം ഡെലിവറി സർവീസിൽ ഇന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മോഡ്, ഔട്ട്ഡോർ മോഡ് ഒരുപാട് യൂസ്ഫുൾ ആവും. Wi-Fi 6 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രിസം ബ്ലാക്ക്, IC പർപ്പിൾ എന്നീ 2 കളർ വേരിയന്റുകൾ ലഭ്യമാണ്. നമ്മളിവിടെ പ്രിസം ബ്ലാക്ക് എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഫോണിനകത്ത് NFC ഫീച്ചർ നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു നല്ല കുറവാണ്. അതുപോലെ ക്യാമറയിൽ വൈഡ് ആംഗിൾ സെൻസർ പോലും ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതും ഒരു വലിയ കുറവ് തന്നെയാണ്. 8GB 128GB സ്റ്റോറേജ് ഓപ്ഷന്റെ വില എന്ന് പറയുന്നത് 17,999 രൂപയാണ്. വീണ്ടും നമുക്ക് ബാങ്ക് ഓഫറിലൊക്കെ 2000 രൂപ കുറയും. അപ്പോൾ 15,999 രൂപയ്ക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ പ്രൈസ് പോയിന്റിൽ ഇതിനകത്ത് ചില കാര്യങ്ങൾ ഉള്ളത് വളരെ പോസിറ്റീവാണ്. ഇത്രയും ബാറ്ററി കപ്പാസിറ്റി, മികച്ച ഡിസ്പ്ലേ, നല്ല ക്യാമറ, അതൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ്. മാത്രമല്ല നല്ലൊരു ബിൽഡ് ക്വാളിറ്റി എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു എല്ലാം തികഞ്ഞ ഫോണെന്നൊന്നും അർത്ഥമില്ല. കുറേ കുറവുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. അത് നമ്മൾ ഓരോന്നായിട്ട് ഈ ഒരു വീഡിയോയിൽ പല ഭാഗങ്ങളായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്.